അടുത്തതായി ബഹുമാനപ്പെട്ട TN ഖാദർ സാഹിബിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാന്യനായ അധ്യക്ഷൻ അഷ്റഫ് സാഹിബ്, ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത മുസ്ലിം ലീഗിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബഹുമാന്യായ VK അബ്ദുൽ ഖാദർ മൗലവി സാഹിബ്, കണ്ണൂർ ജില്ലാ മുസ്ലിം ലീഗിന്റെ വൈസ് പ്രസിഡന്റ് ബഹുമാന്യായ പെരിങ്ങോം മുസ്തഫ സാഹിബ്, വേദിയിലെ പ്രഗത്ഭരായ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളൊക്കെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന പ്രാസംഗികന്മാർ, നേതാക്കന്മാർ, മുൻ MP K സുധാകരനും അതുപോലെ തന്നെ സിദ്ദീഖ് അലി രങ്ങാട്ടൂരുമൊക്കെ ഈ വേദിയിലേക്ക് ഏതാനും നിമിഷങ്ങൾക്കകം എത്തിച്ചേരാൻ പോവുകയാണ്. മുസ്ലിം ലീഗിന്റെ നന്മയുടെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബഹുമാന്യായ VK അബ്ദുൽ ഖാദർ മൗലവി സാഹിബ് തന്നെ വളരെ ചുരുങ്ങിയ ഭാഷയിൽ ആധികാരികമായി ഇവിടെ പ്രസംഗിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സുദീർഘമായ ഒരു പ്രസംഗം നടത്തണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയത്തിന് പുതിയ നിർവചനവും ആശയവുമൊക്കെ കൈവന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മളിവിടെ ഈ സമയത്ത് സമ്മേളിച്ചിട്ടുള്ളത്. രാഷ്ട്രീയത്തിന്റെ പുതിയ നിർവചനം എന്ന് പറയുമ്പോൾ, പുതിയ ആശയം എന്ന് പറയുമ്പോൾ, മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇതിലൊന്നും വലിയ അത്ഭുതമില്ല. കാരണം മുസ്ലിം ലീഗ് വളരെ കാലമായി നമ്മുടെ രാജ്യത്ത്, നമ്മുടെ നാട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തനം തന്നെയാണ് ഇന്ന് പുതിയ രാഷ്ട്രീയം എന്ന നിലയിൽ മറ്റുള്ള ആളുകളൊക്കെ അനുകരിച്ചുകൊണ്ടിരിക്കുന്നത്. KPCC പ്രസിഡന്റ് VM സുധീരൻ നയിക്കുന്ന യാത്രയായാലും, CPMന്റെ നേതൃത്വത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ ആയിരുന്നാലും, ഇതൊക്കെ വളരെ കാലമായി നമ്മുടെ നാട്ടിൽ മുസ്ലിം ലീഗ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയത്തിന്റെ പ്രാവർത്തികമായ രൂപമാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്താണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തന ശൈലി? എന്തായിരിക്കണം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തന മേഖല? നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനത്തെ സംബന്ധിച്ച് നമ്മളൊക്കെ മനസ്സിൽ സങ്കല്പിക്കുന്ന ഒരു നിർവചനമുണ്ട്. അത് ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് പറഞ്ഞാൽ സമരം ചെയ്യാനുള്ളതാണ്, ധർണ നടത്താനുള്ളതാണ്, പിക്കറ്റിംഗ് നടത്താനുള്ളതാണ്, വീടിന് വേണ്ടി, പെൻഷന് വേണ്ടി, മരുന്നിന് വേണ്ടി, ഭക്ഷണത്തിന് വേണ്ടിയൊക്കെ സമരവും ധർണയും ഒക്കെ നടത്താൻ മാത്രമുള്ളതാണ്, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ മാത്രമുള്ളതാണ്, ജയിക്കാൻ വേണ്ടിയുള്ളതാണ് എന്നൊക്കെയുള്ള ഒരു രാഷ്ട്രീയ സങ്കല്പം നിലനിൽക്കുന്ന നാട്ടിലാണ് മുസ്ലിം ലീഗ് ഒരു പുതിയ രാഷ്ട്രീയ ശൈലിയുമായി കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വിചാരിച്ചാലും കുറച്ച് ആളുകൾക്ക് പെൻഷൻ കൊടുക്കാൻ കഴിയും, നമ്മൾ വിചാരിച്ചാലും കുറച്ച് ആളുകൾക്ക് വീട് വെച്ച് കൊടുക്കാൻ കഴിയും, നമ്മൾ വിചാരിച്ചാലും കുറച്ച് ആളുകൾക്ക് മരുന്ന് വാങ്ങിക്കൊടുക്കാൻ കഴിയും, നമ്മൾ വിചാരിച്ചാലും കുറച്ച് പാവപ്പെട്ട പെൺകുട്ടികളെ കെട്ടിച്ചയക്കാൻ കഴിയും എന്ന് കേരളത്തിൽ തെളിയിച്ചുകൊണ്ട് നന്മയുടെ രാഷ്ട്രീയത്തിന്റെ ഏറ്റവും വലിയ രൂപമായി ഇന്ന് കേരളത്തിൽ മുസ്ലിം ലീഗ് പാർട്ടി മാറിയിരിക്കുകയാണ്. മുസ്ലിം ലീഗിന്റെ ഈ മാറ്റത്തെക്കുറിച്ച് പരിശോധിക്കുമ്പോൾ, അതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, മുസ്ലിം ലീഗിന് 3 പതിറ്റാണ്ടിലധികം നേതൃത്വം നൽകിയ മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളാണ് കേരള രാഷ്ട്രീയത്തിന് മനുഷ്യ സ്നേഹത്തിന്റെ മുഖം നൽകിയത് എന്നത് തർക്കമറ്റ സംഗതിയാണ്. മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ മരിച്ചപ്പോൾ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി ആലോചിച്ചത് തങ്ങളുടെ സ്മരണയ്ക്കായി എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നായിരുന്നു. എല്ലാ പാർട്ടികളും അവരുടെ നേതാക്കന്മാർ മരിച്ചാൽ സ്മാരകങ്ങൾ ഉണ്ടാക്കാറുണ്ട്, അവർ പലതും നിർമ്മിക്കാറുണ്ട്, നമുക്കറിയാം. പക്ഷേ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചത് ഇനി അങ്ങോട്ടുള്ള മുസ്ലിം ലീഗിന്റെ മുഴുവൻ റിലീഫ് പ്രവർത്തനങ്ങളും പാണക്കാട് തങ്ങളുടെ പേരിൽ അറിയപ്പെടണം, പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ പേരിലായിരിക്കും ഇനി അങ്ങോട്ട് മുസ്ലിം ലീഗിന്റെ റിലീഫ് പ്രവർത്തനങ്ങൾ നടക്കുക എന്ന് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചപ്പോൾ ആ റിലീഫ് പ്രവർത്തനം പോലും കേരളത്തിൽ ഒരു ചരിത്രമായി മാറുകയായിരുന്നു എന്നതാണ് വസ്തുത. ആ റിലീഫ് പ്രവർത്തനം പോലും മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ മനസ്സ് പോലെ, അദ്ദേഹത്തിന് ഈ രാജ്യം, ഈ ലോകം എങ്ങനെയാണോ പ്രസിദ്ധി നൽകിയത് അതുപോലെ റിലീഫ് പ്രവർത്തനം പോലും വിപ്ലവകരമായ ഒരു മാറ്റമാണ് കേരളത്തിൽ ഉണ്ടായത് എന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്ന വസ്തുത. ബൈത്തുർ റഹ്മ എന്ന പേരിൽ മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റി 100ഓളം പഞ്ചായത്ത്, മുനിസിപ്പൽ തലങ്ങളിൽ 100 വീടുകൾ വെച്ചു കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ ഏതാനും വർഷങ്ങൾ കൊണ്ട് തന്നെ അത് 650 മുകളിലെത്തി എന്നതാണ് വസ്തുത. നമുക്കറിയാം, പാർട്ടി വിട്ടുപോയതിന്റെ പേരിൽ രാഷ്ട്രീയ എതിരാളിയെ 51 വെട്ടുവെട്ടി കൊല്ലുന്ന നാട്ടിലാണ്
രാഷ്ട്രീയ എതിരാളിയായ CITU-കാരന് വീട് വെച്ചു കൊടുത്തോണ്ട് മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റി ശിഹാബ് തങ്ങളുടെ സ്മരണ നിലനിർത്താൻ ബൈത്തുർ റഹ്മ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. ഇന്നിവിടെ ബൈത്തുർ റഹ്മയുടെ താക്കോൽദാനം നടക്കുകയാണ്. വീണ്ടും ഈ ബൈത്തുർ റഹ്മ നിർമ്മിച്ച ആവേശത്തിൽ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ പറയുകയുണ്ടായി, വീണ്ടും അടുത്ത ബൈത്തുർ റഹ്മയെ കുറിച്ച് ഞങ്ങൾ മനസ്സിൽ ആലോചിച്ചു തുടങ്ങിയിരിക്കുന്നു എന്ന് പറയുകയാണ്. ഓരോ ദിവസവും ഇതിന്റെ നമ്പറുകൾ മാറുകയാണ്. കഴിഞ്ഞ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന കൗൺസിൽ യോഗത്തിൽ 1650 വീടുകളുടെ കണക്കാണ് അവതരിക്കപ്പെട്ടതെങ്കിൽ ഇപ്പോ അതും കടന്ന് മുന്നോട്ട് പോയിരിക്കുന്നു. എവിടെ നമുക്കറിയാം, ഒരു പഞ്ചായത്തിൽ ഒരു വീട് എന്നതാണ് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി ആലോചിച്ചതെങ്കിൽ ഇപ്പോ ഒരു പഞ്ചായത്തിൽ ഒരു വീട് എന്നതല്ല, ഒരു കോമ്പൗണ്ടിൽ 10 വീട്. നമ്മുടെ തൊട്ടടുത്ത പഞ്ചായത്ത് മാടായി പഞ്ചായത്തിൽ 10 വീടുകളാണ് ഉണ്ടാക്കുന്നത്. നടുവിൽ പഞ്ചായത്തിൽ 5 വീടുകൾ ഒരു കോമ്പൗണ്ടിൽ, ഇരിക്കൂർ പഞ്ചായത്തിൽ 5 വീടുകൾ ഒരു കോമ്പൗണ്ടിൽ. ഞാൻ കാസർഗോഡ് പോയപ്പോൾ അവിടെ കണ്ടത്, അവിടെ ചെങ്കള പഞ്ചായത്തിൽ കാസർഗോഡ് ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റി എടുക്കുന്നത് 50 വീടുകളുള്ള ഒരു ഫ്ലാറ്റ് സമുച്ചയമാണ് കാസർഗോഡ് ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റി ചെങ്കള പഞ്ചായത്തിൽ എടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ നിങ്ങൾ സംശയിക്കും, എന്തിനാണ് ഇതൊക്കെ ഇങ്ങനെ പൊതുവേദിയിൽ മൈക്ക് കെട്ടി പ്രസംഗിക്കുന്നത്? ഈ റിലീഫ് പ്രവർത്തനങ്ങളുടെ കാര്യം എന്തിനാണ് ഇങ്ങനെ ലോകത്തോട് വിളിച്ചു പറയുന്നത്? മുസ്ലിം ലീഗ് ആഗ്രഹിക്കുന്നു ഈ രംഗത്ത് മത്സരം ഉണ്ടാകണം. ആളുകളുടെ കൈവെട്ടാനും കാലുവെട്ടാനും ആളുകളെ ഉപദ്രവിക്കാനുമല്ല, പാവങ്ങളെ സഹായിക്കുന്ന കാര്യത്തിൽ ഈ രംഗത്ത് മത്സരം ഉണ്ടാകണമെന്ന് മുസ്ലിം ലീഗ് ആഗ്രഹിക്കുകയാണ്. മുസ്ലിം ലീഗ് 1000 വീട് വെച്ച് കൊടുക്കുമ്പോ, മുസ്ലിം ലീഗ് 1000 വീട് വെച്ച് കൊടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോ 1001 വീട് വെച്ച് കൊടുത്ത മുസ്ലിം ലീഗിനെ ഞങ്ങൾ ഇതാ തോൽപ്പിച്ചിരിക്കുന്നു എന്ന് പറയാൻ തന്റെ ഇടമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കടന്നു വരണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ആരെങ്കിലും കടന്നു വന്നാൽ അവരെ പൂമാലയിട്ട് സ്വീകരിച്ച് ഈ വേദിയിലെടുത്ത് ആദരിക്കാൻ ഞങ്ങൾ ഒരുക്കമാണ് എന്ന് പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയാണ് പൊതുവേദിയിൽ തന്നെ ഇത്തരം റിലീഫ് പ്രവർത്തനങ്ങളുടെ കണക്കുകൾ പറഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്. മുസ്ലിം ലീഗിന്റെ പ്രവർത്തന ശൈലിയാണ്. ഈ നന്മയുടെ രാഷ്ട്രീയത്തിലേക്ക് മുഴുവൻ ആളുകളെയും ക്ഷണിക്കുന്നതിന് വേണ്ടിയാണ് മുസ്ലിം ലീഗ് ഈ നന്മയുടെ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്, തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗ് നിലപാടുമായി മുന്നോട്ട് പോകുന്നത് കൊണ്ട് തന്നെയാണ് ഈ രാജ്യത്തെ മുഴുവൻ ആളുകളും മുസ്ലിം ലീഗിന്റെ ഈ കാഴ്ചപ്പാടുമായി മുന്നോട്ട് പോകുന്നത് കൊണ്ടാണ് ഈ പ്രസ്ഥാനത്തോടൊപ്പം നിൽക്കാൻ നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികൾ ആയിരക്കണക്കിന് ആളുകൾ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മുമ്പിൽ ഒരുപാട് രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളുണ്ട്, ഒരുപാട് വിഷയങ്ങളുണ്ട്. കേരളത്തിൽ നമുക്കറിയാം ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകൾ നമുക്കറിയാം. ഈ രാജ്യത്ത് മതേതരത്വത്തിന്റെ കടക്കൽ കത്തിവെക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി BJP കടന്നു വരുമ്പോൾ ഈ കേരളത്തിലും ഇടതുപക്ഷങ്ങൾ കലക്ക് വെള്ളത്തിൽ മീൻ പിടിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി അവർ മുന്നോട്ട് പോകുന്നു എന്ന് നമുക്കറിയാം. നമ്മുടെ പ്രിയങ്കരനായ നേതാവ് K. സുധാകരൻ അദ്ദേഹം ഈ വേദിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അതുകൊണ്ട് ദീർഘമായി ഇനിയും പ്രസംഗിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. CPM-നെ സംബന്ധിച്ചിടത്തോളം തകർച്ചയുടെ ഏറ്റവും താഴെ തട്ടിലേക്ക് ആ പാർട്ടി എത്തിയിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വീണ്ടും നമ്മുടെ രാഷ്ട്രീയം ഒരുപാട് മുന്നോട്ട് പോയിരിക്കുന്നു. കേരളത്തിൽ ഇടതുപക്ഷം വീണ്ടും തകർന്ന് തരിപ്പണമായി കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കുകയാണ്. സഖാവ് കൃഷ്ണപിള്ള, നമുക്കറിയാം സഖാവ് കൃഷ്ണപിള്ള എന്നത് കേരള രാഷ്ട്രീയത്തിൽ സഖാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു നേതാവ് മാത്രമേ ഉള്ളൂ. അത് സഖാവ് കൃഷ്ണപിള്ളയാണ്. സഖാവ് എന്ന് പറഞ്ഞാൽ സഖാവ് കൃഷ്ണപിള്ളയാണ്. ആ കൃഷ്ണപിള്ളയുടെ സ്മാരകം പോലും തകർക്കുന്ന രീതിയിലേക്ക് CPM പാർട്ടിയിലെ ഗ്രൂപ്പിസം അതപ്പതിച്ചിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ മുസ്ലിം ലീഗിനും അതുപോലെ തന്നെ ഐക്യ ജനാധിപത്യ മുന്നണിക്കും അനുകൂലമായിട്ടുള്ള
ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായും അഭിമാനത്തോടു കൂടി നമുക്ക് വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെയും അതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും ഒക്കെ അഭിമുഖീകരിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ നിങ്ങളൊക്കെ സജീവമായി പങ്കെടുക്കുക എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ. ജയ് ഹിന്ദ്. ഒരു 3 മൊമെന്റോ വിതരണം ചെയ്യാനുണ്ട്. അതിനുവേണ്ടി മൗലവി സാഹിബിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ബൈത്തുറഹ്മയുടെ ചെയർമാനും ശാഖാ പ്രസിഡന്റുമായ KC അഷ്റഫ് സാഹിബിനെ മൊമെന്റോ നൽകുന്നു. പാലക്കോട് 10ാം വാർഡ് മെമ്പർ ജനാബ് KC അബ്ദുൽ ഖാദിർ സാഹിബിനെ മൊമെന്റോ നൽകുന്നു. പാലക്കോട് നിന്ന് ആദ്യമായി BDS ബിരുദം നേടിയ K ഷറഫുന്നൈസയ്ക്ക് MSFന്റെ മൊമെന്റോ നൽകുന്നു. ഈ ഉപഹാരം എന്നെ ഞാനാക്കിയ എൻ്റെ നാട്ടിലെ എൻ്റെ ഗീർനാർമിക്ക് വേണ്ടിക്ക് ഞാനിത് സമർപ്പിക്കുകയാണ്. ഒരു സന്തോഷ വാർത്തയുണ്ട്. പാലക്കോട് മഹലിൽ 200 വീടുകളിൽ ആകെ ഒരു സഖാവ് ഉണ്ടായിരുന്നു, ഒരു മുസ്ലിം സഖാവ്. കക്കമ്പാറയിലെ ഷുഹൈൽ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ആദ്യമൊക്കെ അവന്റെ മുഖം കാണുമ്പോൾ തന്നെ ദേഷ്യമായിരുന്നു. ഇന്നലെ മുതൽ അത് അവന്റെ മുഖം കാണുമ്പോൾ ഒരു വല്ലാത്ത സന്തോഷം വന്നിട്ടുണ്ട്. അവൻ ഇന്ന് മെമ്പർഷിപ്പ് കൊടുക്കുകയാണ്. മെമ്പർഷിപ്പ് നൽകുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട പെരിങ്ങോ മുസ്തഫ സാഹിബിനെ ക്ഷണിച്ചുകൊള്ളുന്നു. മെമ്പർഷിപ്പ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഷുഹൈൽ കക്കമ്പാറയെ ക്ഷണിച്ചുകൊള്ളുന്നു. മുസ്ലിം ലീഗ് സിന്ദാബാദ്, മുസ്ലിം ലീഗ് സിന്ദാബാദ്, മുസ്ലിം ലീഗ്, മുസ്ലിം ലീഗ്, മുസ്ലിം ലീഗ് സിന്ദാബാദ്. അടുത്തതായി K സുധാകരൻ അവറുകളെ ക്ഷണിച്ചുകൊള്ളുന്നു. വേദിയിലെ വിശിഷ്ട അതിഥികൾ, നേതാക്കൾ, ഞാൻ ഓരോരാളിൻ്റെ പേര് പറയുന്നില്ല. വേദിയിലെ സമാരാധ്യരായ നേതാക്കൾ, എൻ്റെ പ്രിയമുള്ള സ്നേഹിതന്മാരെ, മുസ്ലിം ലീഗിൻ്റെ ശാഖാ സമ്മേളനം, അതോടൊപ്പം ബൈത്തുറഹ്മാൻ താക്കോൽദാനവും ഇതിനോടനുബന്ധിച്ച ഈ പൊതുസമ്മേളനത്തിൽ നിങ്ങളെ അഭിമുഖീകരിക്കാൻ കിട്ടിയ ഈ സന്ദർഭം ഞാൻ വളരെയേറെ സന്തോഷത്തോടെ സ്വീകരിക്കുകയാണ്. ഈ സമ്മേളനം, ഇവിടെ നടന്ന ചടങ്ങുകൾ, അംഗത്വ വിതരണം, മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ സംഘടനക്ക് ഈ മണ്ണിൻ്റെ അകത്ത് അതിൻ്റെ അതിശക്തിമത്തായ വേരോട്ടത്തിൻ്റെ നിതാന്തമായ തെളിവായി ഈ സദസ്സും ഈ ചടങ്ങും ഞാൻ വിലയിരുത്തുന്നു. വളരെ ആഹ്ലാദത്തോടെയാണ് ഞാൻ നിങ്ങളോടൊപ്പം ഈ സായം സന്ധ്യ പങ്കുവെക്കുന്നത്. ഒരുപാട് രാഷ്ട്രീയ കാര്യങ്ങൾ സംസാരിക്കാനുള്ള സന്ദർഭം. മാറി മാറി വന്ന ഇന്ത്യയുടെ രാഷ്ട്രീയ ചിത്രത്തിൽ പുതിയ പുതിയ ഒരുപാട് ആശങ്കകൾ പരത്തി ഓരോ സുപ്രഭാതവും പൊട്ടിവിടരുമ്പോൾ ഭാവി ഭാരതത്തെക്കുറിച്ച്, രാജ്യത്തിൻ്റെ മതേതരത്വത്തെക്കുറിച്ച്, രാജ്യത്തിൻ്റെ വികസനത്തെക്കുറിച്ച് സജീവമായ ചർച്ചകൾ തലങ്ങും വിലങ്ങും നടക്കുമ്പോഴാണ് മുസ്ലിം ലീഗിൻ്റെ ഈ ശാഖാ സമ്മേളനം ഇവിടെ ഇന്ന് നടക്കുന്നത്. കേരളത്തിൻ്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പ്രാധാന്യം ഞാൻ പറയേണ്ടതായിട്ടില്ല. ഇന്ത്യയിലെ 29 സംസ്ഥാനങ്ങളിൽ മുസ്ലിം സമുദായത്തിൻ്റെ വളർച്ചയുടെ കാവൽ പട നയിക്കുന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ് എന്നത് ചരിത്രപരമായ യാഥാർത്ഥ്യമായി നമ്മുടെ മുമ്പിൽ അവശേഷിക്കുന്നു.
കേരളത്തിന്റെ വികസനത്തെക്കുറിച്ചും കേരളത്തിൽ ന്യൂനപക്ഷങ്ങൾ നേടിയ നേട്ടങ്ങളെക്കുറിച്ചുമൊക്കെ ഇടതുപക്ഷം പലപ്പോഴും വാചാലമാകാറുണ്ട്. 5 വർഷം ഇടപെട്ട് കേരളത്തിൽ ഞാൻ ഭരിക്കുന്നത് കൊണ്ടാണ് കേരളത്തിന്റെ വികസനം എന്ന് പറയുന്നവരുടെ മുഖത്ത് നോക്കി നമുക്ക് ചോദിക്കാൻ ഒരുപാട് രാഷ്ട്രീയ ചരിത്രപരമായ സത്യങ്ങളുണ്ട്. 35 വർഷം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഭരിച്ച ബംഗാൾ ഇന്ത്യയിലെ ഏറ്റവും ദരിദ്രനാരായണന്മാരായ മുസ്ലിമീങ്ങൾ താമസിക്കുന്നത് ബംഗാളാണ് എന്ന് ഞാനല്ല, നിങ്ങളല്ല, ഈ രാജ്യത്തിലെ ആധികാരിക രേഖ ഈ ഇന്ത്യ രാജ്യത്ത് നിലനിൽക്കുകയാണ്. ഏറ്റവും ദരിദ്രന്മാരായ മുസ്ലിമീങ്ങൾ താമസിക്കുന്നത്, ജീവിക്കാൻ ഒരു വഴിയില്ലാത്ത പാവപ്പെട്ട മുസ്ലിം സമുദായം ജീവിക്കുന്ന ബംഗാളിൽ 35 വർഷം തുടർച്ചയായി CPM ഭരിച്ച ബംഗാൾ, 5 വർഷം ഇടപെട്ട് ഭരിക്കുന്ന കേരളത്തിൽ ന്യൂനപക്ഷത്തിന്റെ വികസനവും പുരോഗതിയും അവരുടെ പ്രവർത്തനം കൊണ്ടാണ് എങ്കിൽ 35 വർഷം കൊണ്ട് ബംഗാൾ ഒരു സ്വർഗരാജ്യമാകണമായിരുന്നു. പക്ഷേ അവിടെ സ്വർഗരാജ്യമായില്ല എന്ന് മാത്രമല്ല, പ്രാഥമിക ജീവിതത്തിന്റെ പ്രാഥമിക ഘട്ടങ്ങൾ കടക്കാൻ പോലും സാധിക്കാത്ത വിധം ദുഷ്കരമായ സാമൂഹ്യ ജീവിതമാണ് അവിടെ. കേരളത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ സ്വാധീന ശക്തി മുസ്ലിം സമുദായത്തെ എത്രമാത്രം ഉയർച്ചയിലേക്ക് വളർച്ചയിലേക്ക് കൊണ്ടുപോയി എന്ന് കേരളത്തിലെ ഞാനും നിങ്ങളുമല്ല, ഇന്ത്യ രാജ്യത്തെ മുഴുവൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും വിലയിരുത്തുന്നു. മലപ്പുറം ജില്ലയിൽ +2 1ാം റാങ്ക് കിട്ടി, ഏറ്റവും കൂടുതൽ വിജയം മലപ്പുറം ജില്ലയിലാണെന്ന് പറഞ്ഞപ്പോ കേരളത്തിന്റെ ഒരു മുഖ്യമന്ത്രി പറഞ്ഞു അത് കോപ്പി അടിച്ചിട്ടാണ് എന്ന്. 2ാം വർഷവും മലപ്പുറം അത് ആവർത്തിച്ചപ്പോ ഈ വിവരക്കേട് പറഞ്ഞ മുഖ്യമന്ത്രി ഒന്ന് പരിശോധിച്ചു. പിന്നെ മൂപ്പറ് മിണ്ടിയിട്ടില്ല. അദ്ദേഹത്തിന് ആദ്യം തോന്നിയത് സ്വാഭാവികമാണ്, എന്തേ മുസ്ലിം സമുദായം വിദ്യാഭ്യാസ രംഗത്ത് ഇത്രയേറെ ഉയരുമോ എന്ന സ്വാഭാവിക സംശയമാണ്. പക്ഷേ 2ാം വട്ടവും മലപ്പുറം ജില്ലയാണ് 1ാം സ്ഥാനത്തെന്ന് കേട്ടപ്പോ അദ്ദേഹം ആ സത്യാവസ്ഥ ഉൾക്കൊണ്ടു എന്ന യാഥാർത്ഥ്യവും ഞാനും നിങ്ങളും കാണുന്നു. ഈ വളർച്ച, ഈ വികാസം, വിദ്യാഭ്യാസമാണ് ഒരു സമൂഹത്തിന്റെ ഏറ്റവും വികസനത്തിന്റെ അടിത്തറയെന്ന് നമുക്കറിയാം. ആ വികസനത്തിന്, വിദ്യാഭ്യാസത്തിന് ഇത്രയേറെ ഊന്നൽ നൽകി ഒരു കാലത്ത് നിഷിദ്ധമായിരുന്ന വിദ്യാഭ്യാസം ജീവിതത്തിന്റെ ഭാഗമാക്കി നമ്മുടെ കേരളത്തിലെ മുസ്ലിം പെൺകുട്ടികൾ ഏറ്റെടുത്തത് ആരുടെ സ്വാധീനമാണ്, ആരുടെ കരുത്താണ്, ആരുടെ കഴിവാണ് എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ. അത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സ്വാധീന ശക്തിയുടെ പ്രതിഫലമായും വിദ്യാഭ്യാസ രംഗത്ത് അവർ നൽകിയിരിക്കുന്ന വിദ്യാഭ്യാസത്തിന്റെ ഊന്നൽ, പ്രാധാന്യം, പ്രാമുഖ്യം അതിന്റെ പരിണിത ഫലമാണ് എന്ന കാര്യത്തിലും നമുക്ക് തർക്കമില്ല. അതുകൊണ്ട് നമുക്ക് കേരളത്തിൽ മുസ്ലിം സമുദായത്തെ സംബന്ധിച്ച് നിങ്ങളുടെ വികാസം, നിങ്ങളുടെ എല്ലാ വികസനത്തിനും അടിസ്ഥാനശിലയായി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സ്വാധീന ശക്തി ഇവിടെ നിൽക്കുന്നു എന്ന് മാത്രമല്ല, മതേതരത്വം കാതലായ ഈ രാഷ്ട്രത്തിന്റെ അസ്തിത്വം, മതേതരത്വം, ആ മതേതരത്വത്തിന്റെ ശില്പികളിൽ ഒന്നായി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്നു എന്നത് ചരിത്രപരമായ സത്യമായി ഞാൻ എല്ലാ പൊതുയോഗങ്ങളിലും പ്രസംഗിക്കുന്ന ഒരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിന്റെ അകത്തേക്ക് കടന്നു വരുന്ന പുതിയ അംഗങ്ങളെ കാണുമ്പോൾ മതേതരത്വം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന നമ്മുടെയൊക്കെ മനസ്സിന്റെ അകത്ത് സന്തോഷമാണ്, നമുക്ക് ആഹ്ലാദമാണ്. ഇന്ത്യ രാജ്യത്തിന്റെ അസ്തിത്വം മതേതരത്വമാണ്. നമുക്ക് എപ്പോൾ മതേതരത്വം നഷ്ടപ്പെടുന്നു അന്ന് ഈ രാഷ്ട്രം ഛിന്ന ഭിന്നമാകും എന്നതുകൊണ്ട് മതേതരത്വത്തിന്റെ ഭാഗമാകാൻ സാധിക്കുന്ന കരുത്തുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമായി ഇന്ത്യൻ മുസ്ലിം ലീഗ് ഈ കൊച്ചു കേരളത്തിലും ഇന്ത്യ രാജ്യത്തിലും വളർന്നു വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ വാക്കുകൾക്ക് തുടക്കം കുറിക്കുന്നത്. മാറി വന്ന രാഷ്ട്രീയ പശ്ചാത്തലം നമ്മുടെ മുമ്പിലുണ്ട്. അഖിലേന്ത്യാ തലത്തിൽ BJP അധികാരത്തിൽ വന്നിരിക്കുന്നു. BJP ആദ്യമല്ല, ഇതിനു മുമ്പും BJP ഇന്ത്യ ഭരിച്ചിട്ടുണ്ട്. 5 വർഷം വാജ്പേയി ഭരിച്ച നാടായി നാട്. 5 വർഷം വാജ്പേയി നാട് ഭരിച്ചപ്പോഴും നമുക്കൊക്കെ അപ്രഹെൻഷൻ ഉണ്ടായിരുന്നു, ഭയപ്പാടുണ്ടായിരുന്നു, ആശങ്കയുണ്ടായിരുന്നു. BJPയെ സംബന്ധിച്ചും ജനസംഘത്തെ സംബന്ധിച്ചും അവരുടെ ഹിഡൻ അജണ്ട എന്ന് പറയുന്നത് ഹിന്ദുത്വമാണ്, ഹിന്ദു വർഗീയതയാണ്. ആ ഹിന്ദുത്വം അടിച്ചേൽപ്പിക്കാൻ ഭരണത്തിന്റെ സ്വാധീനത ഉപയോഗിക്കുമോ എന്ന് വാജ്പേയി പ്രധാനമന്ത്രിയായപ്പോഴും ഞങ്ങളൊക്കെ ആശങ്കപ്പെട്ടവരാ. പക്ഷേ വാജ്പേയി എന്ന് പറയുന്ന
ഇന്ത്യയുടെ അന്നത്തെ പ്രധാനമന്ത്രിയിൽ നിന്ന് വർഗീയപരമായ ഒരു നടപടിക്ക് അനുകൂലമായി ഒരു നടപടിയും അദ്ദേഹം എടുക്കാൻ തയ്യാറായില്ലെന്ന് മാത്രമല്ല, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യയുടെ രാഷ്ട്രീയ മണ്ഡലത്തിൽ കൊണ്ടുവന്ന മതേതരത്വം നിലനിർത്താനുള്ള ശില്പികളിൽ ഒരാളായി ഇന്ത്യയുടെ അന്നത്തെ പ്രധാനമന്ത്രി മാറിയപ്പോൾ നമ്മുടെ ആശങ്ക ദൂരീകരിക്കപ്പെട്ടു. പക്ഷേ ഇന്ന് കഥ അതല്ല. ഇന്നത്തെ കഥ അതല്ല. വാജ്പേയി അല്ല ഇന്നത്തെ പ്രധാനമന്ത്രി, നരേന്ദ്രമോദിയാണ്. മോഡി എന്ന് പറയുമ്പോൾ അത് വാജ്പേയി അല്ല എന്ന യാഥാർത്ഥ്യത്തിന്റെ മുമ്പിൽ നാം ഒക്കെ ഈ രാഷ്ട്രത്തിന്റെ ഭാവി ആശങ്കയോടെ നോക്കിക്കാണുക. പ്രധാനമന്ത്രിയാകാൻ മതേതരത്വം പ്രസംഗിക്കുന്നവരുണ്ട്. പക്ഷേ പ്രധാനമന്ത്രി ആയിക്കഴിഞ്ഞാൽ മനസ്സിന്റെ ഉള്ളിലെ രാഷ്ട്രീയ അജണ്ട പ്രാവർത്തികമാക്കാൻ ഭരണത്തിന്റെ സ്വാധീനം ഉപയോഗിക്കുന്ന ഭരണകർത്താക്കളുണ്ട്. നരേന്ദ്രമോദിയിൽ നിന്ന് ഞാനും നിങ്ങളും പ്രതീക്ഷിക്കുന്നത് എന്താ? ഇന്ത്യയുടെ രാഷ്ട്രീയ മണ്ഡലത്തിൽ നരേന്ദ്രമോദിയുടെ പ്രവർത്തനത്തിന്റെ ആരംഭം RSSന്റെ സംഘചാലക്കായിട്ടാ, പ്രചാരക്കായിട്ടാണ് എന്ന് പറയുമ്പോൾ RSSന്റെ അജണ്ട ഈ ലോകത്തിൽ എല്ലാ ആളുകൾക്കും അറിയാം. 2 ആഴ്ച മുമ്പ് മോഹൻ ഭഗവതിന്റെ പ്രസ്താവന ഞാനും നിങ്ങളും വായിച്ചു. ദീർഘകാലത്തിന് ശേഷമാണ് ഇതാ ഹിന്ദുത്വം ഭരണം തിരിച്ചു വന്നിരിക്കുന്നു എന്ന മോഹൻ ഭഗവതിന്റെ പ്രസംഗം ആശങ്കാഭരിതമാണ്. സുദർശൻ എന്ന് പറയുന്ന RSSന്റെ നേതാവ്, അദ്ദേഹം 2-3 ആഴ്ചക്ക് മുമ്പ് നടത്തിയ പ്രസംഗം, ഹിന്ദു സഹോദരങ്ങളെ നിങ്ങളെല്ലാം ഞങ്ങളുടെ സംഘത്തിൽ ചേരണം, ഇന്ത്യ രാജ്യം ഹിന്ദു രാഷ്ട്രമായി ഉയർത്തിയെടുക്കാൻ ഇതാ അവസരം വന്നിരിക്കുന്നു, ഈ അവസരത്തെ നാം വിനിയോഗിക്കണം എന്ന് RSSന്റെ 2 ദേശീയ നേതാക്കന്മാരുടെ പ്രസ്താവനയെ ഞാനും നിങ്ങളും എങ്ങനെ വിലയിരുത്തും? RSSുകാർ BJPക്കാർ എങ്ങനെ വിലയിരുത്തും? അറിയാൻ താല്പര്യമില്ലേ? ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്ന ഭരണത്തിന്റെ തലവനാരാ? നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയ പാരമ്പര്യം ഏതാ? നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയ പശ്ചാത്തലം ഏതാ? ഗുജറാത്തിന്റെ പശ്ചാത്തലമാണ്. ഗുജറാത്ത് എന്ന് പറയുന്ന സംസ്ഥാനത്ത് ഇന്ത്യ രാജ്യത്തിന്റെ മതേതരത്വത്തിന്റെ ചില്ലുകൊട്ടാരം അടിച്ചു തകർക്കപ്പെട്ട് ലോകത്തിന്റെ മുമ്പിൽ വിസ്മയമായി ലോകരാഷ്ട്രങ്ങൾ നോക്കിക്കണ്ട ഇന്ത്യൻ മതേതരത്വം, ആ മതേതരത്വം ചോദ്യം ചെയ്യപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായി ഞാനും നിങ്ങളും ചരിത്രത്തിൽ രേഖപ്പെടുത്തിയത് ഗുജറാത്താണെന്ന് അറിയുമ്പോൾ ആ ഗുജറാത്തിലെ ഭരണത്തിന് നേതൃത്വം കൊടുത്ത മോഡിയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്നത് ഇന്ത്യൻ മതേതരത്വത്തെ എവിടെ എത്തിക്കും എന്ന് ആരെങ്കിലും ഭയപ്പെട്ടെങ്കിൽ ഭയപ്പെടുന്നവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സംഭവിക്കാതിരിക്കട്ടെ. പക്ഷേ സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞാലും അവർക്ക് അവരുടേതായ അജണ്ടകളില്ലേ? എന്ത് മതേതരത്വം നരേന്ദ്രമോദി പ്രസംഗിച്ചാലും നമുക്കൊക്കെ ഒരു ഇൻഹെറിറ്റഡ് കൺസെപ്റ്റ് ഉണ്ട്, ഒരു ഇൻഹെറിറ്റഡ് വിഷൻ ഉണ്ട്. ഒരു ഇൻഹെറിറ്റഡ് വിഷൻ നമുക്ക് എല്ലാ ആളുകളുടെ മനസ്സിന്റെ അകത്തും ഉണ്ടാകും. അത് മാറ്റാൻ നമുക്ക് സാധിക്കില്ല. പുറത്ത് നാം എന്ത് പറഞ്ഞാലും, എന്ത് മതേതരത്വം പ്രസംഗിച്ചാലും, ഒരു ഹിന്ദുത്വ അജണ്ടയുമായി പൊതുപ്രവർത്തന രംഗത്ത് കടന്നു വന്ന നരേന്ദ്രമോദിയുടെ മനസ്സിൽ നിന്ന് ഹിന്ദു വർഗീയത മാറുമോ എന്ന ചോദ്യത്തിന് ഞാനും നിങ്ങളും കാലത്തിന് വേണ്ടി കാത്തിരിക്കേണ്ടി വരും. നമുക്കറിയാം, നമ്മുടെയൊക്കെ ഉള്ളിൻ്റെ അകത്തുള്ള ഒരു കാഴ്ചപ്പാടുണ്ടല്ലോ, ആ കാഴ്ചപ്പാട് അറിയാതെ നാം ചിലപ്പോൾ തുളുമ്പിപ്പോകും. നാം പുറത്തെന്ത് പ്രസംഗിച്ചാലും നമ്മുടെ സംസ്കാരം, നമ്മുടെ ഭാഷ, നമ്മുടെ ശൈലി, നമ്മുടെ കാഴ്ചപ്പാടുകൾ, ഈ കാഴ്ചപ്പാടുകളൊക്കെ നമുക്ക് മനസ്സിന്റെ അകത്ത് ഇൻഹെറിറ്റഡായി, ഹൃദയത്തിന്റെ അകത്ത് ഇൻഹെറിറ്റഡായി വന്നിരിക്കുന്ന ഈ കാഴ്ചപ്പാടുകളൊന്നും നമുക്ക് ബേസിക്കായി മാറ്റാൻ സാധിക്കില്ല. പിണറായി വിജയൻ മാറുമോ? പിണറായി വിജയൻ തൊഴിലാളി വർഗ പ്രത്യയശാസ്ത്രത്തിന്റെ കേരളത്തിലെ സമുന്നതനായ നേതാവാണ്. സംസ്കാര സമ്പന്നമായ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറയാറുണ്ട്. പക്ഷെ അതൊക്കെ പറയുമ്പോഴും ഇടയ്ക്ക് അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് പുറത്തു വരുന്ന പരനാറി പ്രയോഗവും നികൃഷ്ടജീവി പ്രയോഗവും എടോ ഗോപാലകൃഷ്ണ പ്രയോഗവും ഒക്കെ പിണറായി വിജയന്റെ ഇൻഹെറിറ്റഡ് വിഷനാണ്. ഹൃദയത്തിന്റെ ഉള്ളിൽ ജീവിക്കുന്ന സ്വാഭാവികമായ അദ്ദേഹത്തിന്റെ സംസ്കാരത്തിന്റെ പ്രതിഫലനമാണ്. അത് തുളുമ്പിപ്പോകും. എന്ത് നമ്മൾ പൊത്തിവെച്ചാലും അത് തുളുമ്പിപ്പോകും. മോഡിയുടെ ഉള്ളിൽ വർഗീയതയുണ്ട്. എന്ത് മതേതരത്വം പ്രസംഗിച്ചാലും ഇതുപോലെ വല്ലപ്പോഴും ഇത് പുറത്തേക്ക് ചാടും. ഗുജറാത്തിന്റെ ചരിത്രം അറിയുന്ന നമുക്ക് മോഡിയെ അങ്ങനെ കാണാൻ പ്രയാസമുണ്ട്. ഒരു സമൂഹത്തെ, ഒരു സമുദായത്തെ, ഒരു വംശത്തെ ഇല്ലാതാക്കാൻ ഗുജറാത്തിൽ നടത്തിയ കലാപം, ആ കലാപം സമുദായങ്ങൾ തമ്മിലല്ല, മതങ്ങൾ തമ്മിലല്ല, ഗവൺമെന്റും ന്യൂനപക്ഷവും തമ്മിലാണ് ഗുജറാത്തിലെ സംഘടനം. ഒരു സർക്കാർ സ്പോൺസർ ചെയ്ത ടെററിസമാണ് ഗുജറാത്തിന്റെ ടെററിസം. അവിടെ ഇല്ലാത്ത നുണക്കഥകൾ പ്രചരിപ്പിച്ച്
ന്യൂനപക്ഷ സമുദായത്തിന്റെ പുറത്ത് വീട് കയറി അക്രമം കയറി തകർത്ത് തരിപ്പണമാക്കി കടകൾ കൊള്ളയടിച്ച് വീട് കൊള്ളയടിച്ച് അവിടുത്തെ പെൺകുട്ടികളെ മാനഭംഗം ചെയ്ത് വെട്ടി നുറുക്കി കൊന്ന് മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കുമ്പോ ഉപ്പയും ഉമ്മയും സഹോദരന്മാരും നിശ്ചലരായി നിർനിമേഷരായി നിശബ്ദരായി നോക്കി നിന്ന ഗുജറാത്ത് ഗൂഗിളിലൂടെ പടർന്നു പന്തലിച്ച പടങ്ങൾ ഉണ്ടല്ലോ. ആ പടം ലോകം മുഴുവൻ കണ്ടതാ. ഞാനും അൻസാരി ദില്ലങ്കേരിയും ആരോപണം ഉന്നയിക്കുന്നതല്ല. ആ പടം ലോകത്തിലുടനീളം ഗൂഗിളിലൂടെ പടർന്ന് പന്തലിച്ചതാ. ആ ചിത്രം കണ്ട ലോകത്തിൽ ഏതെങ്കിലും ഒരാൾക്ക് നരേന്ദ്രമോദിയിൽ ഒരു മതേതരത്വം ഉണ്ടെന്ന് കാണാൻ സാധിക്കോ? അപ്പോ ആ മതേതരത്വം ഉണ്ടെന്ന് BJP-കാരൻ പറഞ്ഞാലും അത് ഉൾക്കൊള്ളാൻ വിശ്വസിക്കാൻ നമുക്ക് സാധിക്കുമോ? ഇവിടെ വർഗീയതക്കെതിരെയുള്ള പോരാട്ടത്തിന് കരുത്തു പകരണം. വർഗീയതക്കെതിരെയുള്ള പോരാട്ടം ശക്തമാക്കണം. മതേതരത്വത്തിന്റെ അസ്തിത്വം ഇന്ത്യൻ രാഷ്ട്രീയ മണ്ഡലത്തിൽ ശാശ്വതമാക്കണം. മതേതര രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ശക്തമാക്കാൻ മുമ്പോട്ട് പോകണം. ആ മതേതരത്വത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ നമ്മോടൊപ്പം നിൽക്കാൻ ഇവിടെ ആരുണ്ട് എന്നതാണ് ചോദ്യം. ഇടതുപക്ഷമുണ്ടോ? മതേതര ശക്തിയാണ്, ഞങ്ങൾ അംഗീകരിക്കുന്നു. ഞാനും തില്ലങ്കേരിയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ വിമർശിക്കുമ്പോ ഞങ്ങളാരും കമ്മ്യൂണിസത്തിനെതിരല്ല. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വേണ്ടെന്ന് ഞങ്ങൾക്കാർക്കും അഭിപ്രായമില്ല. ഇന്ത്യൻ ജനാധിപത്യ സംവിധാനത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വേണം, ഒരു ഇടതുപക്ഷ പ്രസ്ഥാനം വേണം. ഒരു തിരുത്തൽ ശക്തിയായി ഈ രാജ്യത്തെ സാമ്പത്തിക നയത്തിൽ, ഈ രാജ്യത്തെ വ്യത്യസ്തമായ നയങ്ങളിൽ വലതുപക്ഷ സമീപനത്തോട് ചായ്വ് കാണിക്കുമ്പോൾ അത് തിരുത്താൻ ഒരു ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ സാന്നിധ്യം, ഇടതുപക്ഷ മതേതര ജനാധിപത്യ പ്രസ്ഥാനത്തിന്റെ സാന്നിധ്യം ഇന്ത്യൻ രാഷ്ട്രീയ മണ്ഡലത്തിൽ അനിവാര്യമാണ്. പക്ഷേ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, പിണറായി വിജയന്റെ CPM ആ സ്ഥാനത്തുണ്ടോ? മതേതര ജനാധിപത്യ പ്രസ്ഥാനമായി ഇന്ത്യൻ രാഷ്ട്രീയ മണ്ഡലത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ റോളിൽ ഒരു തിരുത്തൽ ശക്തിയായി ഇന്ത്യൻ രാഷ്ട്രീയ മണ്ഡലത്തിൽ പിണറായി വിജയന്റെ മാർക്സിസം ഉണ്ടോ എന്ന ചോദ്യത്തിന് ഞാൻ കടന്നു വരുമ്പോ എന്റെ സ്നേഹിതന്റെ പ്രസംഗം പറഞ്ഞു, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ദുർബലമാകുന്നു ഇന്ത്യൻ രാഷ്ട്രീയ മണ്ഡലത്തിൽ. എന്തുകൊണ്ടാണ് ദുർബലമാകുന്നത്? Where is communism? Where is poverty? There is anarchism. Where is anarchism? There is communism. മാർക്സിന്റെ ആപ്തവാക്യമാ. എവിടെ പട്ടിണിയുണ്ടോ അവിടെ അരാജകത്വമുണ്ട്. എവിടെ അരാജകത്വമുണ്ടോ അവിടെ കമ്മ്യൂണിസം ഉണ്ട്. എങ്കിൽ ഞാൻ ചോദിക്കുന്നു സഖാക്കളോട്, 47 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിക്കുമ്പോ 95% ആളുകൾ പട്ടിണിക്കാരായ ഇന്ത്യയിൽ. പട്ടിണിയാണ് ഇന്ത്യ. ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാത്ത 33 കോടി ജനത. അവരുടെ കയ്യിലാണ് ഈ രാഷ്ട്രത്തിന്റെ ഭരണം കടന്നു വന്നത്. തുണിയില്ലാത്തവർ, പണിയില്ലാത്തവർ, വിദ്യാഭ്യാസമില്ലാത്തവർ, ആരോഗ്യമില്ലാത്തവർ, ശാസ്ത്രമില്ലാത്ത നാട്, വ്യവസായമില്ലാത്ത നാട്, കൃഷി സമ്പ്രദായത്തിൽ ഏറ്റവും പഴക്കൻ കൃഷി സമ്പ്രദായത്തിൽ ഊന്നി നടക്കുന്ന നാട്. ഈ രാജ്യത്ത് പട്ടിണിയായിരുന്നു നമ്മുടെ അസ്തിത്വം. ആ പട്ടിണിയുള്ള നാട്ടിൽ എന്തേ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം പച്ചപിടിച്ചില്ല? എന്തേ തൊഴിലാളി വർഗ പ്രത്യയശാസ്ത്രം പച്ചപിടിച്ചില്ല? അവിടം തൊട്ട് തെറ്റി. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ഇന്ത്യൻ ജനകോടികളുടെ മനസ്സിന്റെ അകത്തേക്ക് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് കടന്നു വരാൻ സാധിക്കാത്തതിന്റെ കാരണം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ആലോചിക്കണം, ചർച്ച ചെയ്യണം, അതിന്റെ കാരണം കണ്ടെത്തണം, തിരുത്തണം. ഇപ്പൊ നടത്തുന്ന തിരുത്തലല്ല. 10 കൊല്ലം കൂടുമ്പോൾ തിരുത്തും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. ഓരോ തവണയും തിരുത്തി അവസാനം ഒന്നുമില്ലാത്ത പ്രസ്ഥാനമായി മാറുക. ഇപ്പം വീണ്ടും തിരുത്തുന്നു. 25 കൊല്ലത്തെ നയമാണ് തിരുത്തിയത് പിണറായി വിജയൻ കേരളത്തിൽ. ആ തിരുത്തിയിട്ട് എന്താ പഠിപ്പിക്കുന്നത്? നേതാക്കന്മാരെ വിളിച്ചു ചേർത്ത് സെമിനാർ സംഘടിപ്പിച്ച് ഉദ്ഘാടനം ചെയ്യുന്നു പിണറായി വിജയൻ. ഉദ്ഘാടന പ്രസംഗത്തിൽ വിജയൻ നേതാക്കന്മാരോട് പറയുന്നു, നിങ്ങൾ ആളുകളെ കണ്ടാൽ ചിരിക്കണം, ആളുകളെ കണ്ടാൽ ചിരിക്കണം. ഇത് ബാലഗോകുലമല്ല, ബാലജന സഖ്യമല്ല. 68 വർഷക്കാലത്തെ പാരമ്പര്യമുള്ള ഇടതുപക്ഷ പ്രസ്ഥാനമാണ്. തൊഴിലാളി വർഗ പ്രത്യയശാസ്ത്രത്തിന്റെ പ്രയോക്താക്കളാണ്. മാറ്റത്തിന്റെ കൊടുങ്കാറ്റാഞ്ഞടിക്കാൻ വിധിക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം ഇന്നലെ വരെ ഉള്ളം കയ്യിൽ വെച്ച് അമ്മാനമാടിയ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം 68 വർഷക്കാലം കഴിഞ്ഞ് നേതാക്കന്മാരെ വിളിച്ചുകൂട്ടി അവരെ ഉപദേശിക്കുന്നു, നിങ്ങൾ ആളെ കണ്ടാൽ ചിരിക്കണം, സൗമ്യമായി പെരുമാറണം, വിനയത്തോടെ പെരുമാറണം, ലാളിത്യമുള്ള ജീവിതം നയിക്കണം എന്ന് പറയുന്നിടത്ത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം 68 വർഷക്കാലത്തെ പ്രവർത്തനം അത് ലാപ്സായിരിക്കുന്നു, അത് അസാധുവായിരിക്കുന്നു, അത് ഈ രാജ്യത്ത്
അംഗീകരിക്കപ്പെടാതെ പോയിരിക്കുന്നു എന്ന് സ്വയം സമ്മതിക്കുന്നതിന് തുല്യമാണ്. ഒരു പുതിയ പാർട്ടി കെട്ടിപ്പടുക്കുന്ന ഭാവത്തിലാ വിജയന്റെ പുറപ്പാട്. പക്ഷേ എവിടെയാണ് തെറ്റിയത്, എവിടെയാണ് പാളിയത്? ജനാധിപത്യ സംവിധാനം നിലനിൽക്കുന്ന ഇന്ത്യ രാജ്യത്ത് കോൺഗ്രസിന് ബദലായി ഉയർന്നു വരാൻ സാധിക്കുമായിരുന്ന, ഏറ്റവും മുൻപിൽ നിൽക്കാൻ സാധിക്കുമായിരുന്ന പാർട്ടി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാവും. വളർന്നില്ല. എന്തുകൊണ്ട്? ജനങ്ങളുടെ വിശ്വാസം ആർജിക്കാൻ സാധിച്ചില്ല. ആ വിശ്വാസം ആർജിക്കാനുള്ള മിതത്വമോ അല്ലെങ്കിൽ പതിത്വമോ CPM ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് ഉണ്ടായില്ല. ഇന്ത്യ രാജ്യത്ത് വിശ്വാസയോഗ്യമായ സമീപനം ഉണ്ടായില്ല, വിശ്വാസയോഗ്യമായ പ്രവർത്തനം ഉണ്ടായില്ല, വിശ്വാസയോഗ്യമായ പ്രതികരണം ഉണ്ടായില്ല. അതുകൊണ്ട് ജനം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ പുറങ്കാല് കൊണ്ട് തൊട്ടിത്തൊഴിച്ചു. 35 കൊല്ലം ഭരിച്ച ബംഗാളിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് 258 വാർഡുകളിൽ മത്സരിക്കാൻ സ്ഥാനാർത്ഥിയില്ലാത്തൊരു പാർട്ടിയായി ഇടതുപക്ഷം ബംഗാളിൽ വളർന്നു എന്നിട്ടും പറയുന്നു വളർന്നു എന്ന് പറയുന്നത് പരിഹാസ്യമല്ലേ? കേരളത്തിന്റെ സ്ഥിതി എന്താ? കേരളത്തിൽ ഇടതുപക്ഷത്തിന്റെ സ്ഥിതി എന്താണ് ഇന്ന്? പിണറായി വിജയനും നേതാക്കന്മാരും തേരാപ്പാര നടന്ന് അണികൾക്ക് ആവേശം പകരുകയാണ്. ലോക്കൽ സമ്മേളനങ്ങൾ നടക്കുന്നു. നിങ്ങൾ ഓരോ ലോക്കൽ സമ്മേളനവും ശ്രദ്ധിച്ചോ? ആർഭാടത്തിൽ മുൻപിലാണ്, പക്ഷേ പ്രവർത്തകരുടെ സാന്നിധ്യത്തിൽ പിറകിലാണ്. ഡിവൈഎഫ്ഐയുടെ ഔദ്യോഗിക കണക്കനുസരിച്ച് കഴിഞ്ഞ വർഷമുണ്ടായിരുന്ന അംഗത്വത്തിൽ 2.5 ലക്ഷത്തിന്റെ കുറവ് വന്നു എന്ന് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന നേതൃത്വം പത്രസമ്മേളനത്തിൽ തുറന്നു പറയുന്നു. CITUവിന്റെ നേതാവ് എളമരം കരീം പറയുന്നു, സമരമുഖത്ത് തൊഴിലാളികളില്ല. സമരമുഖത്തേക്ക് തൊഴിലാളികളില്ല. എന്തുകൊണ്ട് തൊഴിലാളികളില്ല? എന്തുകൊണ്ട് പുതിയ തലമുറയില്ല? ഇന്നലെ വരെ ആവേശത്തോടെ ചെങ്കൊടി ഏന്തിയ പുത്തൻ തലമുറ എന്തുകൊണ്ട് CPM-ഓട് വിട പറയുന്നു? ഇന്നലെ വരെ അവകാശ പോരാട്ടത്തിന്റെ രണാങ്കണം രചിച്ച കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ എന്തേ തൊഴിലാളി വർഗം ചെങ്കൊടി താഴെ വെച്ച് പിറകോട്ട് പോകുന്നു? പരിശോധിക്കണ്ടേ? ഉത്തരം കാണണ്ടേ? ആ ഉത്തരം കാണാൻ CPM-കാർക്ക് സാധിക്കണം. മുഖം നന്നാകാത്തതിന് ആരാന്റെ കണ്ണാടി പൊളിക്കരുത്. നിങ്ങൾ എന്നും വികസന വിരുദ്ധരാണ്. മാറ്റമുണ്ടാകാൻ നിങ്ങൾ ആഗ്രഹിച്ചില്ല. പരിവർത്തനത്തിന് വേണ്ടി നിങ്ങൾ ദാഹിച്ചില്ല. മാറ്റമുണ്ടാക്കാൻ പ്രവർത്തിച്ചവർക്ക് പാരവച്ച് അവരുടെ മാറ്റത്തെ, വികസനത്തെ തടയിട്ട് നിർത്തിയവരാണ് നിങ്ങൾ. കാർഷിക രംഗത്ത് മാറ്റമുണ്ടാക്കുമ്പോ കർഷകരെ കൊണ്ട് സമരം ചെയ്യിച്ച് ഞങ്ങൾ ഉണ്ടാക്കിയ വികസനത്തിന്റെ നേട്ടങ്ങൾ ഇടിച്ചു തകർത്തവരാണ് നിങ്ങൾ. വിളഞ്ഞു നിൽക്കുന്ന നെന്മണി കതിരിന്റെ മുകളിൽ മണ്ണെണ്ണയും പെട്രോളും അടിച്ച് തീ കൊളുത്തി ഞങ്ങൾ ഉണ്ടാക്കിയ വികസനത്തെ ഇഞ്ചോടിഞ്ച് പിറകോട്ട് വലിച്ച കർഷക വിരുദ്ധ സമരങ്ങൾ നടത്തി ഈ രാജ്യത്തെ പിറകോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ച നിങ്ങളോടൊപ്പം കാർഷിക രംഗത്തെ തൊഴിലാളികൾ ഉണ്ടാകുമോ? മെക്കനൈസേഷന്റെ പേര് പറഞ്ഞ് നമ്മുടെ ആലപ്പുഴയിലെ കയറും നമ്മുടെ കൈത്തറിയും ഒക്കെ തകർക്കാൻ ശ്രമിച്ച നിങ്ങളോടൊപ്പം ഈ രാജ്യത്തെ തൊഴിലാളികൾ ഉണ്ടാകുമോ? വിദ്യാഭ്യാസ രംഗത്ത് മാറ്റമുണ്ടാകുമ്പോ ആ പരിവർത്തനത്തിന്റെ കാഹളം ഉൾക്കൊള്ളാതെ അടിക്കുഞ്ഞങ്ങൾ, ഇടിക്കുഞ്ഞങ്ങൾ, പൊളിക്കുഞ്ഞങ്ങൾ, തകർക്കുഞ്ഞങ്ങൾ എന്ന് മുദ്രാവാക്യം വിളിപ്പിച്ച് SFI-ക്കാരെ കൊണ്ടും DYFI-ക്കാരെ കൊണ്ടും ബസ്സുകൾ അടിച്ച് തകർത്ത് കത്തിച്ച് സ്കൂളുകൾക്ക് തീ കൊളുത്തി സ്കൂളുകൾ ബഹിഷ്കരിച്ച് ഡെസ്കും ബെഞ്ചും അടിച്ച് തകർത്ത് സ്കൂളുകൾ ക്ലാസ് പഠനം മുടക്കി നിങ്ങൾ ഈ രാജ്യത്തെ വിദ്യാഭ്യാസ രംഗത്തെ വികസനത്തെ ഇഞ്ചോടിഞ്ച് പിറകോട്ട് വലിക്കുമ്പോ നിങ്ങളോടൊപ്പം പുതിയ തലമുറ ഉണ്ടാകുമോ? അതിനപ്പുറത്ത് തൊഴിലാളികളെ, അതിനപ്പുറത്ത് അക്രമത്തിന്റെ തേർവാറ്റ് നടത്തി ശാന്തിയും സമാധാനവും തകർത്തെറിഞ്ഞ് കേരളത്തിൽ കൊലപാതക രാഷ്ട്രീയത്തിന്റെ പരമ്പര ഉണ്ടാക്കിയ ഇടതുപക്ഷത്തോട്, രക്തദാഹികളോട് സന്ധി ചെയ്യാൻ പുതിയ തലമുറയിലെ ചെറുപ്പക്കാർ നിങ്ങളോടൊപ്പം ഉണ്ടാകുമോ എന്ന് നിങ്ങൾ പരിശോധിക്കണം. ഉണ്ടാവില്ല. ഇവിടെ കോൺഗ്രസിന് ബദലാകാൻ സാധിക്കുമായിരുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം നിങ്ങളാണ്. BJP അല്ല, ഹിന്ദു വർഗീയ പ്രസ്ഥാനമല്ല, ഒരു മതേതര രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലക്ക് നിങ്ങൾക്കായിരുന്നു സാധ്യത. ആ സാധ്യത വിനിയോഗിക്കാൻ സാധിക്കാത്ത നിങ്ങൾക്ക്
ഇന്ത്യൻ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഇനി സ്ഥാനമില്ല എന്ന യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയണം. ഞാൻ വാക്കുകളേറെ ദീർഘിപ്പിക്കുന്നില്ല. എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ലീഗിന്റെ സഹപ്രവർത്തകന്മാരോട് ഞാൻ പറയട്ടെ, ഒരുമിച്ച് മുൻപോട്ട് പോകണം. UDFന്റെ കരുത്തുറ്റ പ്രവർത്തനത്തിൽ കൊച്ചു കേരളത്തെ വികസനത്തിന്റെ ചങ്ങലക്കെട്ടിൽ ബന്ധിക്കാൻ നാം സ്വയം കരുത്താർജിക്കണം. അതിന് വിഘാതമുണ്ടാക്കുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളെ, അവരെ അക്രമങ്ങളെ ചെറുത്തു തോൽപ്പിക്കാൻ യുവജനങ്ങളെ ഒരുമിക്കൂ, സംഘടിക്കൂ, ശക്തരാകൂ എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ആവശ്യപ്പെട്ടുകൊണ്ട് ഈ ശാഖാ മുസ്ലിം ലീഗ് സമ്മേളനത്തിന് എല്ലാ ഭാവുകങ്ങളും ആശംസകളും നേരുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ജയ് ഹിന്ദ്. അണയാത്ത വിളക്കായി നിലയ്ക്കാത്ത ഒഴുക്കായി മുസ്ലിം ലീഗിത, ലീഗിൻ മുഷിരൻ മക്കളിത, മുസ്ലിം ലീഗിൻ മക്കളിത. അലറുന്ന കടലായി ഉലയാത്ത നിലയായി പൊരുതിടം വരുന്നിതാ. അണയാത്ത വിളക്കായി നിലയ്ക്കാത്ത ഒഴുക്കായി മുസ്ലിം ലീഗിത, ലീഗിൻ മുഷിരൻ മക്കളിത,